ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കാൽസിനേഷൻ, റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ്, എലിമിനോതെറാപ്പി, ഇലക്ട്രോമെറ്റലർജി, ഹൈഡ്രോമെറ്റലർജി, ഓട്ടോ റിഡക്ഷൻ ആൻഡ് പൈറോമെറ്റലർജി. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് കാൽസിനേഷൻ. അപ്പം ഡെഫിനിഷൻ ശ്രദ്ധിക്കൂ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുന്നു ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. അപ്പോൾ എന്ത് ചെയ്യും, വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവുകയും നമുക്ക് മെറ്റൽ ഓക്സൈഡ് കിട്ടുകയും ചെയ്യുന്നു. ഈ കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സിലും നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ മെറ്റൽ ഓക്സൈഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഓർ ഫ്രം നമുക്ക് ഈ രണ്ട് പ്രോസസ്സിലും നമുക്ക് ഓറിൽ നിന്ന് എന്താണ് വേണ്ടത്, മെറ്റൽ ഓക്സൈഡാണ് വേണ്ടത്. അത് ഓർക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് തന്നെ, ഫസ്റ്റ് ഡെഫിനിഷൻ തന്നെ എന്ത് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഓക്സൈഡ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. റോസ്റ്റിംഗ് ആണെങ്കിലും കാൽസിനേഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ഓർ ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് വെൻ ദ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ and metal oxide is obtained. അപ്പം it is the process of heating the concentrated ore in limited supply of air and the below its melting point and the volatile impurities are removed and the നമുക്ക് കിട്ടും, മെറ്റൽ ഓക്സൈഡ് ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഓർത്താൽ മതി. അതിന് കാർബൺ ഡയോക്സൈഡ് അത് റിമൂവ് ആവും. അപ്പോൾ ഡെഫിനിഷൻ നോക്കിക്കോ. It is the process of heating the concentrated ore in a limited supply of air below its melting point and the volatile impurities are removed and the metal oxide is obtained. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഡെഫിനിഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ഓർ ഇൻ എക്സസ് ഓഫ് എയർ below its melting point when the volatile impurities are removed and the metal oxide is obtained. ശ്രദ്ധിക്കേണ്ടതാണ്, കാൽസിനേഷനിൽ ഓക്സിജൻ ഇല്ല. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം? വറുക്കണം. നമ്മൾ വറുക്കണം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും തുറന്ന് വെച്ചല്ലേ വറുക്കുന്നത്. അപ്പോൾ എന്ത് പോവും? അതിൽ ഓക്സിജൻ പോവും. എക്സാമ്പിൾ പഠിക്കുക. നമ്മൾ മിക്കവാറും റോസ്റ്റിങ്ങിന് നമ്മൾ സൾഫൈഡ് ഓൾസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, S+O2 ഈസ് SO2. അപ്പം സിങ്ക് സൾഫൈഡ് ഓക്സിജൻ ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റ് കിട്ടും. പിന്നെ ലെഡ് സൾഫൈഡ് ഓക്സിജൻ ചെയ്യുമ്പോൾ ലെഡ് സൾഫേറ്റ് കിട്ടും. എന്തുകൊണ്ടാണ് ഇവിടെ ഓക്സിജൻ എഴുതി? ബിക്കോസ് റോസ്റ്റിംഗിൽ ഓക്സിജൻ ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഓക്സിജൻ എഴുതിയില്ല? കാൽസിനേഷനിൽ ഓക്സിജൻ്റെ യൂസ് ഇല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് പഠിക്കുക, ഇതിൽ നിങ്ങൾ എന്ത് പഠിക്കുക? സിങ്ക് സൾഫൈഡ് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളതിലൊരു ഓർ ഉണ്ടായിരുന്നു. ആ ഓർ നമ്മൾ കോൺസെൻട്രേറ്റ് എടുത്തു. ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് നമ്മൾ മെറ്റൽ ഓക്സൈഡ് എടുത്തു. ഇനി മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഓക്സിജൻ മാറ്റി മെറ്റലാക്കി മാറ്റുക. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് സ്മെൽറ്റിംഗ്. സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ യൂസിങ് കാർബൺ ഈസ് കോൾഡ് സ്മെൽറ്റിംഗ്. നിങ്ങൾ എക്സ്ട്രാക്ഷൻ ഓഫ് അയണിൽ പഠിക്കും. ഫ്ലക്സ് പ്ലസ് ഗാങ് ഈസ് സിലിക്കൺ സ്ലാഗ് അല്ലേ, ദാറ്റ് ഇസ് ഫ്ലക്സ് SiO2. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റിയാണ് FeO2. ആ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലക്സ്. അത് രണ്ടും കൂടെ ചേർന്ന് പോകും സ്ലാഗ് FiSiO3. ഇവിടുത്തെ നമ്മൾ എന്ന് പറഞ്ഞാൽ SiO2 എന്ന് പറഞ്ഞ ഒരു അസിഡിക് ഫ്ലക്സ് ആണ്. നമ്മളതിനെ എന്തായിട്ട് റിമൂവ് ചെയ്യുന്നു? നമ്മളതിനെ നമ്മൾ അസിഡിക് ഫ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ഇമ്പ്യൂരിറ്റിയാണ് റിമൂവ് ചെയ്യേണ്ടത്. നമ്മൾ സ്ലാഗായിട്ട് റിമൂവ് ചെയ്യുന്നു. ഇതാണ് സ്മെൽറ്റിങ്ങിൽ അവർ പറയുന്നത്. കാരണം റിഡക്ഷൻ യൂസിങ് കാർബൺ Fe2O3ന് നമ്മൾ ഹേമറ്റൈറ്റ് കാർബണായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Fe കിട്ടും. Feയും കിട്ടി, ബാക്കി കാർബൺ മോണോക്സൈഡായിട്ട് റിമൂവ് ആവും. ഓക്കെ, അപ്പം സ്മെൽറ്റിംഗ് ഈ പ്രോസസ്സ് എന്തുകൊണ്ട് ഇവിടെ എത്രയും പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് അയണിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് സ്ലാഗിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ദ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം എ മിനറൽ ബൈ ഫോമിങ് മോൾട്ടൺ സോൾട്ട്. മിനറലിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക ബൈ ഫോമിങ് എ മോൾട്ടൺ സോൾട്ട് ഈസ് കോൾഡ് സ്ലാഗിങ് ഓപ്പറേഷൻ. അടുത്ത പ്രോസസ്സാണ് ഗോൾഡ്സ്മിത്ത് തെർമൈറ്റ് പ്രോസസ്സ് ഓർ എലിമിനോതെറാപ്പി. എലിമിനോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അലുമിനിയം യൂസ് ചെയ്ത് അലുമിനിയം പൗഡർ യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എലിമിനോതെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഗോൾഡ്സ്മിത്ത് തെർമൈറ്റ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോ. ഇതിലെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അലുമിനിയം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ക്രോമിയത്തേക്കാൾ മോർ ഇലക്ട്രോ പോസിറ്റീവാണ് അലുമിനിയം. അലുമിനിയം യൂസ് ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് അലുമിനിയം Cr2O3. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Al2O3 അലുമിനിയം കിട്ടും, പിന്നെ +2 ക്രോമിയം. ഇതിൽ നമുക്ക് ആരാണ് വേണ്ടത്? ക്രോമിയം. വൈ വി ആർ യൂസിങ് അലുമിനിയം ഹിയർ? ബിക്കോസ് അലുമിനിയം ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ ക്രോമിയം. ഗോൾഡ്സ്മിത്ത് തെർമൈറ്റ് പ്രോസസ്സ് ഇതെല്ലാം റിഡക്ഷന് വരുന്നതാണ്. സ്മെൽറ്റിംഗ് ആണെങ്കിലും ഈ ഗോൾഡ്സ്മിത്ത് തെർമൈറ്റ് പ്രോസസ്സ് ആണെങ്കിലും. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെ നമ്മൾ എഴുതും? Cr2O3 + 2 അലുമിനിയം ഗീവ്സ് എന്ത് മാറും? Al2O3 + 2
ക്രോമിയം. ഓക്കെ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ മെറ്റലർജി. വേറെ ഒന്നുമില്ല, ഇലക്ട്രോ മെറ്റലർജി നമ്മൾ മെയിനായിട്ട് സോഡിയത്തിൻ്റെയൊക്കെ എക്സ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോ മെറ്റലർജി. എടാ സ്മെൽറ്റിംഗ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. അലുമിനിയം തെറാപ്പി നമുക്ക് അങ്ങനെ പഠിക്കാനില്ല, അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതിലെന്ന് പറഞ്ഞാൽ എങ്ങനെ അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യും, കാരണം അലുമിനിയമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്രോമിയത്തിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യും. ഇലക്ട്രോ മെറ്റലർജി സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷനാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഇലക്ട്രോളിസിസ് യൂസ് ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഇപ്പം NaCl ആണെങ്കിൽ ആനോഡിൽ കാഥോഡിൽ സോഡിയം കിട്ടുമല്ലോ, ആ സോഡിയത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്ത് സോഡിയത്തിനെ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യണം. ആനോഡിൽ വരുന്ന സോഡിയത്തിനെ കാഥോഡിൽ വരുന്ന സോഡിയത്തിനെ കളക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അടുത്ത പ്രോസസ്സാണ് ഹൈഡ്രോ മെറ്റലർജി. ഹൈഡ്രോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഡെഫിനിഷൻ ഉണ്ട്, പറഞ്ഞുതരാം. ഹൈഡ്രോ മെറ്റലർജി എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്, ലീച്ചിങ് പോലെ. നമ്മൾ ഹൈഡ്രോ മെറ്റലർജിയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിൽവറും ഗോൾഡുമാണ്. ഇപ്പം നമുക്ക് ആ സിൽവർ ഓർ നമ്മൾ എടുക്കും. ഇപ്പം സിൽവർ സൾഫൈഡ് ആണെന്ന് വിചാരിക്കുക. ആ സിൽവർ സൾഫൈഡ് ഞാൻ എടുത്തിട്ട് ഞാൻ അതിലെന്ത് ചെയ്യും, ഒരു സ്യൂട്ടബിൾ കെമിക്കൽ റിയേജൻറ്റ് ദാറ്റ് ഈസ് NaCN ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മെറ്റൽ പ്രസിപ്പിറ്റേറ്റായി മാറും. ഓക്കെ, നമ്മുടെ ഈ ഓർ ഡിസോസിയേറ്റ് ആവുകയും ഒരു നമുക്കിപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിൽവർ സൾഫൈഡ് ആണെങ്കിൽ സോഡിയം സയനൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ഡൈസയനോ അർജൻറ്റേറ്റ് കിട്ടും. സോഡിയം ഡൈസയനോ അർജൻറ്റേറ്റ് കിട്ടും. അതിന് നമ്മൾ ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്കാണ്, സിങ്കുമായിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് വെച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് എന്തോന്ന് കിട്ടുന്നത്, നമുക്ക് സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലക്സേഷൻ. ഓക്കെ, അപ്പം നോക്കിക്കോ. അപ്പം ഹൈഡ്രോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്, സിൽവറും ഗോൾഡിൻ്റെ എക്സ്ട്രാക്ഷനാണ്. ഹൈഡ്രോ മെറ്റലർജി ഈസ് ദ പ്രോസസ് ഓഫ് in which the dissociation of ore in a suitable chemical reagent and the subsequent precipitation of the metal by a more electropositive element. Okay. അടുത്തത് സിമ്പിളാണ്, ഓട്ടോ റിഡക്ഷൻ. അത് എക്സാമുകളിൽ വലുതായിട്ട് ചോദിച്ച് കണ്ടു വരുന്നില്ല. ഓട്ടോ റിഡക്ഷനിലാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെസ് റിയാക്റ്റീവ് സൾഫൈഡ് ഓൾസ് ഓഫ് മെർക്കുറി, കോപ്പർ ആൻഡ് ലെഡ്, ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ്റ്റിംഗ് സമയത്തുണ്ടല്ലോ, നമ്മളെന്താ പറഞ്ഞത്, നമുക്ക് ഓക്സൈഡ്സ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ നമ്മൾ, അല്ലേ? റോസ്റ്റിംഗ് സമയത്ത് നമ്മൾ കുറച്ച് ഓക്സൈഡ്സ് ഫോം ചെയ്യും എന്ന് പറഞ്ഞില്ലേ. The metal is obtained either by simple roasting or by the reduction of its partly oxidized form. പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ലെസ് റിയാക്റ്റീവ് സൾഫൈഡ് ഓൾസിലാണ് നടക്കുന്നത്. മെർക്കുറി, കോപ്പർ, ലെഡ് ആയിട്ടുള്ള സൾഫൈഡ് ഓൾസിലാണ് കൂടുതൽ നടക്കുന്നത്. നമ്മളതിനെ എയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ സൾഫൈഡ് ഓർ എന്തിലോട്ട് ചേഞ്ച് ആവും, ഓക്സൈഡിലോട്ട് ചേഞ്ച് ആവുകയും അത് റിമൈനിങ് പാർട്ട് ഓഫ് ദ സൾഫൈഡ് ഓറുമായിട്ട് ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, മെറ്റലും സൾഫർ ഡയോക്സൈഡായിട്ട് മാറുകയും ചെയ്യും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് HgS+O2 Hg+SO2 എന്ന് പറഞ്ഞാൽ മെർക്കുറിക് അല്ലേ. ഇതെന്തുവാണ്, Hg എന്ന് പറഞ്ഞാൽ മെർക്കുറി അല്ലേ. അപ്പം HgSഉം ഓക്സൈഡ്, ഇതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ പറഞ്ഞാൽ എന്തായിരുന്നു, റോസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് മെറ്റലും സൾഫർ ഡയോക്സൈഡായിട്ട് മാത്രം കിട്ടി. അപ്പം നിങ്ങൾക്ക് സംശയം വരും, എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സൾഫൈഡ് ഓൾസ് ഓക്സൈഡായിട്ട് ചേഞ്ച് ആവുകയും അത് റിമൈനിങ് പാർട്ട് ഓഫ് ദ സൾഫൈഡ് ഓറുമായിട്ട് ട്രീറ്റ് ചെയ്ത് മെറ്റലും സൾഫർ ഡയോക്സൈഡും കിട്ടും. ഓട്ടോ റിഡക്ഷൻ അധികം ചോദിച്ച് വരുന്നതല്ല, സോ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. അടുത്ത് എന്താണ് പൈറോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ പൈറോ എന്ന വാക്ക് തന്നെ നമുക്ക് ഹീറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് വെൻ സഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫീൽഡ് ടു സസ്റ്റെയിൻ ദ പ്രോസസ് ടെമ്പറേച്ചർ സോൾലി ബൈ ദ എക്സോതെർമിക് റിയാക്ഷൻ വിതൗട്ട് ദ അഡീഷൻ ഓഫ് ഫ്യൂവൽ ഓർ ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോജീനസ്. ഓക്കെ, താങ്ക് യു.